ഈ ഹൈപ്പ് ചെയ്ത് ലോഞ്ച് ചെയ്ത സ്കൂട്ടർ ശരിക്കും ഒരു ഫെയിൽഡ് പ്രോഡക്റ്റ് ആണ്. അതൊരു കംപ്ലീറ്റ് ഫെയിലിയർ ആണ്. ലക്ഷക്കണക്കിന് ഇന്ത്യൻ കസ്റ്റമേഴ്സിന് ജീവൻ വെച്ചാണ് ഇവന്മാർ കളിച്ചത്. ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സിന് തലേത് കെട്ടിവെക്കുമായിരുന്നു. എന്തിന്? ആൻഡ് അതാണ് ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, എന്തിന്? പക്ഷേ ഓലയുടെ കാര്യത്തിൽ അവർ പറയുന്ന ഷോക്കിംഗ് കാര്യം എന്ന് വെച്ചാൽ, ഈ ഓലയുടെ പ്രൊഡക്ഷൻ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിനെ ഇവർ അപ്രൂവ് ചെയ്ത് വിട്ടു. അതായത് റിജക്ട് ചെയ്യേണ്ട പാർട്സിനെ പോലും ഇവർ മാനുഫാക്ചറിങ് ലൈനിലേക്ക് കടത്തി വിട്ടു. ഹേയ്, ഹാപ്പി ന്യൂ ഇയർ! ന്യൂ ഇയർ ഒക്കെ അടിപൊളിയാന്ന് വിചാരിക്കുന്നു. ഇത് ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് ചാനലിലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഫ്രോഡിനെയാണ് എക്സ്പോസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന്റെ, അതായത് നമ്മളെ പോലത്തുള്ള സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ 4000 കോടി രൂപ ഒറ്റയ്ക്ക് നശിപ്പിച്ചു കളഞ്ഞ ഒരു മിടുമിടുക്കനെ. ലക്ഷക്കണക്കിന് ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ ഒരുമിച്ച് എങ്ങനെ പറ്റിക്കാം എന്ന് നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണിച്ചു തന്ന ഒരു കമ്പനിയുടെ കഥ. വി ആർ എക്സ്പോസിംഗ് ഓല ഇലക്ട്രിക്. ടെസ്ല ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് ഓല ഇലക്ട്രിക്കിനെ അവർ ലോഞ്ച് ചെയ്തത്, ഹൈപ്പ് ചെയ്ത് ലോഞ്ച് ചെയ്തത്. ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ ബയേഴ്സാണ് ക്യൂ നിന്നത് ഈ സ്കൂട്ടർ മേടിക്കാനായിട്ട്. പക്ഷെ എത്ര പേർക്ക് അറിയാം, ഈ ഹൈപ്പ് ചെയ്ത് ലോഞ്ച് ചെയ്ത സ്കൂട്ടർ ശരിക്കും ഒരു ഫെയിൽഡ് പ്രോഡക്റ്റ് ആണ്. അതൊരു കംപ്ലീറ്റ് ഫെയിലിയർ ആണ്. 2014 ആംസ്റ്റർഡാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡച്ച് കമ്പനി ഉണ്ടായിരുന്നു, എത്തർഗോ ബിവി. ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു. അന്ന് രസമുള്ള കാര്യം, യൂറോപ്പിന്റെ ടെസ്ല എന്ന് പറഞ്ഞിട്ടാണ് അവരന്ന് ആ ഹൈപ്പ് ബിൽഡ് ചെയ്തത്. അതിന് ആൾക്കാർ enthusiastic ആയിരുന്നു. രസമുള്ള കാര്യം, 6000-ഓളം ഇൻവെസ്റ്റേഴ്സ് ക്രൗഡ് ഫണ്ട് ചെയ്തിട്ടാണ് ഈ സ്റ്റാർട്ടപ്പിനെ അവർ ഇൻവെസ്റ്റ്മെന്റ് സമാഹരിച്ചത്. ഏകദേശം 21 മില്യൺ യൂറോ ആണ് അന്ന് അവർ ഇൻവെസ്റ്റ്മെന്റ് 2014 തന്നെ സ്റ്റാർട്ടപ്പ് ക്യാപിറ്റലായിട്ട് അവർ സമാഹരിച്ചത് ഈ ക്രൗഡ് ഫണ്ടിങ് വഴി. പക്ഷേ ഇവർ 5 വർഷം എടുത്തിട്ടും ഇവർക്ക് ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആൻഡ് മോർ ഇമ്പോർട്ടന്റ്ലി, ഈ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തത് യൂറോപ്യൻ മാർക്കറ്റിന് വേണ്ടിയായിരുന്നു. നെതർലൻഡ്സ് നമുക്കറിയാം വളരെ കണ്ണാടി പോലത്തെ റോഡ്സ് ആണ്, എക്സലന്റ് റോഡ്സ് ആണ്. അതുപോലെ തന്നെ അവിടെ ചൂട് കുറവാണ്. യൂറോപ്പിൽ പൊതുവെ നമ്മുടെ നാട്ടിനേക്കാളും ചൂട് കുറവാണ്. അപ്പൊ അങ്ങനെ ആ യൂറോപ്യൻ മാർക്കറ്റിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒറിജിനൽ പ്രോഡക്റ്റിനെ ഡെവലപ്പ് ചെയ്തത്, ഈ എത്തർഗോ ബിവി എന്ന് പറയുന്ന ഈ ആപ്പ് സ്കൂട്ടറിനെ. പക്ഷെ 2019 ആയപ്പോഴത്തേക്കും ഈ കമ്പനി ബാങ്ക്രപ്റ്റ് ആയി പോയി. അവർക്ക് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല, അത് ഫീസിബിൾ ആക്കാനും പറ്റിയില്ല. അങ്ങനെ ബാങ്ക്രപ്സിയുടെ വക്കിലെത്തി നിൽക്കുന്ന ആ കമ്പനിയാണ് ഒറിജിനൽ ഫണ്ട് റൈസിംഗ് പറഞ്ഞത് 21 മില്യൺ, അതിന്റെ 10 പോലും ഇല്ലാത്ത 3 മില്യൺ യൂറോനാണ് അവർ ഈ കമ്പനി അക്വയർ ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്തു? ആ പ്രോഡക്റ്റിനെ അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. തെറ്റ് പറയാൻ പറ്റുന്നില്ല, ഒരു ബാങ്ക്രപ്റ്റ് ആയ കമ്പനി അവർ ടേക്ക് ഓവർ ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് നോക്കി. പക്ഷേ ഇതിന്റെ ഒരു മേജർ പ്രശ്നം ആ പ്രോഡക്റ്റ് തന്നെയായിരുന്നു. ഈ സ്കൂട്ടറിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ കണ്ടേക്കുന്നത് ഇതിന്റെ സിംഗിൾ സൈഡ് സ്വിംഗ് ആമാണ്. ഈ ഡിസൈൻ ഒറിജിനലി ഡിസൈൻ ചെയ്തേക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റിന് വേണ്ടിയാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും നമ്മുടെ റോഡും യൂറോപ്യൻ റോഡും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതൊന്നും കൺസിഡർ ചെയ്യാതെയാണ് ഇവർ അതേപോലെ തന്നെ ആ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത്. പിന്നെ ഒറിജിനലി ഈ സ്കൂട്ടറിന് സ്വാപ്പബിൾ ബാറ്ററി ആയിരുന്നു, ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജി വെച്ചിട്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും അത് ഫിക്സ് ചാർജിങ് സ്ഥാനത്തിലേക്ക് മാറ്റി. പക്ഷേ ഇതൊക്കെ കാര്യമായിട്ടുള്ള എഞ്ചിനീയറിംഗ് ചേഞ്ച് ആണ്. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പോലെയല്ല ഹാർഡ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒരുപാട് ടെസ്റ്റിംഗ് കാര്യങ്ങളും വേണം. ഇതൊന്നും ഓല ഇന്ത്യ ചെയ്തിട്ടില്ല. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം നമ്മുടെ ഹൈപ്പ് മെഷീനെ പരിചയപ്പെടാം. ശ്രീമാൻ ഭവേഷ് അഗർവാൾ. നമ്മുടെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കൾച്ചറിന്റെ ഒരു പോസ്റ്റർ ബോയ് ആയിരുന്നു ഭവേഷ് അഗർവാൾ. അതായത് ഒരു ടൈമിൽ പുള്ളി സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ഇന്ത്യയിലെ യങ്ങസ്റ്റ് സെൽഫ് മെയ്ഡ് ബില്യനേഴ്സിലെ ഒരാളാണ് ഭവേഷ് അഗർവാൾ. പോരാത്തതിന് ഒരു യുണീക്ക് ആയിട്ടുള്ള അച്ചീവ്മെന്റും കൂടെ പുള്ളിക്കുണ്ട്. അതായത് സാധാരണ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ $1 ബില്യൺ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഭവേഷ് അഗർവാളിന്റെ കാര്യത്തിൽ ഒരു യുണീക്കായ കാര്യമുണ്ട്. 3 സ്റ്റാർട്ടപ്സ് ആണ്, $3 ബില്യൺ സ്റ്റാർട്ടപ്സ് ആണ് ഇയാൾ സ്റ്റാർട്ട് ചെയ്തത്. ഒന്ന് ഓല ക്യാബ്സ് ആണ്, അതിന്റെ പീക്കിൽ അതിന്റെ വാല്യൂഷൻ $7 ബില്യൺ കണ്ടായിരുന്നു. രണ്ടാമത്തത് ഓല ഇലക്ട്രിക്, അത് ഓൾറെഡി പബ്ലിക്കലി ലിസ്റ്റ് ചെയ്തു. മൂന്നാമത്തെ ഇപ്പോൾ പുള്ളിയുടെ പുതിയ സ്റ്റാർട്ടപ്പ് എന്താ ക്രൂട്രിം AI എന്നിട്ട് പറഞ്ഞിട്ട് AI സ്റ്റാർട്ടപ്പ് ഉണ്ട്, അതിനിപ്പോൾ $1 ബില്യൺ ആണ് വാല്യൂഷൻ. അങ്ങനെ $3 ബില്യൺ സ്റ്റാർട്ടപ്പുകൾ നടത്തിയ ഒരാളാണ് ഈ പറഞ്ഞ ഭവേഷ് അഗർവാൾ. ചില്ലറക്കാരനല്ല. പക്ഷേ ഭവേഷ് അഗർവാൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിന്റെ ഒരു റോട്ടും കൂടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ടോക്സിക് വർക്ക് കൾച്ചർ ആയാലും, ഈ ഗ്രോത്ത് അറ്റ് എനി കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ എല്ലാവരും കെയർ ചെയ്യണം. അവരെ സംബന്ധിച്ച് ഗ്രോത്ത് ആണ് ഏറ്റവും വലുത്. പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് ആയാലും അവർക്ക് പ്രശ്നമില്ല. അങ്ങനെയുള്ള കുറെ ടോക്സിക് ട്രേറ്റ്സും ഇയാളിലൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഈ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പല ഐഡിയാസ്, മെജോറിറ്റി സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്നതൊന്നും അത്ര ഇന്നോവേറ്റീവായ സ്റ്റാർട്ടപ്സ് അല്ല. മിക്കതും വെസ്റ്റേൺ വേൾഡിലെ കോൺസെപ്റ്റിനെ അതുപോലെ കോപ്പി ചെയ്ത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത സ്റ്റാർട്ടപ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓയോ റൂംസ് ആണെങ്കിൽ അത് എയർബിഎൻബിയുടെ കോപ്പിയാണ്. സ്വിഗ്ഗി, സൊമാറ്റോ എല്ലാം ഡോർഡാഷ് എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു അമേരിക്കൻ കമ്പനിയുടെ സെയിം കോപ്പിയാണ്. അതുപോലെ തന്നെ 2009 ഊബർ US സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും 2010 തന്നെ ഭവേഷ് അഗർവാളും പുള്ളിയുടെ ഒരു പാർട്ണർ ഉണ്ട് അൻകിത് ഭട്ടി എന്ന് പറഞ്ഞിട്ട്, ഇവർ രണ്ടുപേരും കൂടിയാണ് 2010 തന്നെ ഓല ക്യാബ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഇനീഷ്യലി ഓല ക്യാബ്സ് മാർക്കറ്റിൽ ഡോമിനന്റ് പ്ലെയർ ആയിരുന്നു. കാരണം അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ ഇൻഫാക്ട് നമ്മൾ പലവരും ഇതിന്റെ ഏർലി അഡോപ്റ്റേഴ്സ് ആണ്. നല്ല സിസ്റ്റം ആയിരുന്നു. അങ്ങനെ ഒരു 2015 ആയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ്
50% ഓഫ് ദ ഓർഗനൈസ്ഡ് ക്യാബ് മാർക്കറ്റ് ഇൻ ഇന്ത്യ ഓലയുടെ കയ്യിലായിരുന്നു. ഓലയുടെ ഈ ഗ്രോത്ത് കണ്ടിട്ട് സാക്ഷാൽ ഊബർ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറങ്ങി. അപ്പൊ പിന്നെ കോമ്പറ്റീഷൻ ഓല ഊബറും തമ്മിലായി. കൂടെ റാപ്പിഡോ എന്ന് പറഞ്ഞ് മറ്റേ ബൈക്ക് ഹെയിലിംഗ് സ്റ്റാർട്ടപ്പ് കൂടെ വന്നു. അങ്ങനെ 2017 ആയപ്പോഴത്തേക്കും ഭവേഷിന് മനസ്സിലായി ഇനി പതുക്കെ ഓല ക്യാബ്സ് ഡിക്ലൈനിലേക്ക് പോകുന്നു. അപ്പൊ ആ സമയത്ത് പുള്ളി പതുക്കെ ഒന്ന് പിവറ്റ് ചെയ്യാൻ നോക്കി. സ്റ്റാർട്ടപ്പ് വേൾഡിൽ പിവറ്റ് ചെയ്യും. ആ ഒരു മോഡൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വേറെ മോഡലിലേക്ക് പോകാൻ നോക്കും. അങ്ങനെ പുള്ളി ഓല ക്യാബ്സിനെ ഒരു സൂപ്പർ ആപ്പ് ആക്കാൻ നോക്കി. ടാറ്റ നിയോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പൊക്കെ വന്നിട്ടിടയ്ക്ക് പേടിഎം പോലെയൊക്കെ എല്ലാ ഫംഗ്ഷൻസും ഗ്രോസറി ഡെലിവറി, ഫുഡ് ഡെലിവറി, യൂസ് കാർ. ഒരിടയ്ക്ക് ഓല പിസ്സ എന്ന് പറഞ്ഞ പിസ്സ ബ്രാൻഡ് ഒരു ലോഞ്ച് ചെയ്തു. പക്ഷെ ഇതൊന്നും വർക്ക്ഔട്ട് ആയില്ല. അങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള അറിയാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പുള്ളി പുതിയ ഐഡിയ കിട്ടിയത്. അതായത് ആ ഒരു സെയിം ടൈം ഫ്രെയിമിലാണ് നമ്മുടെ ആത്മനിർഭർ ഭാരതും ഈ മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിനൊക്കെ നല്ലോണം സ്ട്രോങ് ആയത്. അപ്പോൾ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്ങിന് ഗവൺമെന്റിന് നല്ല ഇൻസെന്റീവ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് മനസ്സിലായി. ആൻഡ് കോയിൻസിഡന്റ്ലി ആ സമയത്ത് തന്നെയാണ് നമ്മുടെ EV ഹൈപ്പും വന്നു തുടങ്ങിയത്, ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന്റെയും കാര്യങ്ങളും. അങ്ങനെ ഇയാളൊരു ഉഗ്രൻ ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ചു. അതായത് ഇന്ത്യൻ EV മാർക്കറ്റ് ശരിക്കും അൺഓർഗനൈസ്ഡ് ആയിരുന്നു. മെജോറിറ്റി പ്ലേയേഴ്സും നമ്മുടെ ചീപ്പായിട്ടുള്ള ചൈനീസ് ഇമ്പോർട്ടഡ് സ്കൂട്ടേഴ്സ് ആയിരുന്നു. ക്വാളിറ്റി വളരെ മോശമായിരുന്നു. പിന്നെ ഏത്തറും TVS ഒക്കെ അന്ന് ടെസ്റ്റിംഗ് നടക്കുന്നേ ഉള്ളൂ. ഈ ഒരു ഗ്യാപ്പാണ് ശരിക്കും ഭവേഷ് അഗർവാൾ ക്യാപിറ്റലൈസ് ചെയ്തത്. അപ്പോൾ ഓൾറെഡി ഇയാൾക്ക് നല്ല വെഞ്ചർ ക്യാപിറ്റൽ ബാക്കിംഗ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓല ക്യാബ്സ് ഏകദേശം $3.8 ബില്യൺ ആണ് റേസ് ചെയ്തത് സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് ആയിട്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് കിട്ടിയ കമ്പനികളിൽ ഒന്നാണ് ഈ ഓല ക്യാബ്സ്. അതും എണ്ണം പറഞ്ഞ VCs, ടൈഗർ ഗ്ലോബൽ, മേട്രിക്സ് പാർട്ട്നേഴ്സ്, ടെൻസെന്റ്, സോഫ്റ്റ് ബാങ്ക്, അങ്ങനെ ലോകത്തിലെ എല്ലാ മെഗാ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളും നമ്മുടെ ഓല ക്യാബ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പൊ പിവറ്റ് ചെയ്യുന്ന സമയമായപ്പോഴത്തേക്കും ഇവരും ഇയാളെ നല്ലോണം സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് 2019 ആയപ്പോഴത്തേക്കും ഈ ബാങ്ക്രപ്സിയുടെ വക്കിൽ നിന്നിരുന്ന ഈ എതർഗോനെ ഓല ടേക്ക് ഓവർ ചെയ്തത്. പക്ഷേ അവിടെ നിന്നാണ് ഈ എഞ്ചിനീയറിംഗ് നൈറ്റ്മെയറിന് തുടക്കം എന്ന് പറയുന്നത്. കാരണം ഒന്നാമത് യൂറോപ്പിന് വേണ്ടി ഡിസൈൻ ചെയ്ത സ്കൂട്ടറിനെ ഇന്ത്യയിലേക്ക് അഡാപ്റ്റ് ചെയ്യണം, ഒരുപാട് ടെസ്റ്റിംഗ് ചെയ്യണം, സ്വാപ്പബിൾ ബാറ്ററി എന്ന ബാറ്ററിയെ മാറ്റി ഫിക്സ് ബാറ്ററി ആക്കി മാറ്റണം, ഷോക്ക് അബ്സോർബേഴ്സ് റീഡിസൈൻ ചെയ്യണം. സാധാരണ ഒരു നല്ല കമ്പനിയാണെങ്കിൽ ഇതെല്ലാം ചെയ്തതിന് ശേഷം നല്ലോണം ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുള്ളൂ. കാരണം നമുക്കറിയാം സോഫ്റ്റ്വെയർ പോലെ അല്ല, ഹാർഡ്വെയറിന് കുറച്ചും കൂടെ എക്സ്റ്റൻസീവ് ആയ ടെസ്റ്റിംഗ് വേണ്ടി വരും. പക്ഷേ ഭവേഷ് അഗർവാളും ഇതൊക്കെ നല്ല അറിയാം. അയാൾ IIT പ്രോഡക്റ്റ് ആണ്, IIT ബോംബെയുടെ പ്രോഡക്റ്റ് ആണ് ഭവേഷ് അഗർവാൾ. എഞ്ചിനീയർ ആണ്, അയാൾക്ക് നല്ലോണം അറിയാം. പക്ഷേ അത് ചെയ്തില്ല. ഇയാൾ എലോൺ മസ്കിന് പഠിക്കാൻ നിൽക്കുമായിരുന്നു. എലോൺ മസ്കിന്റെ വലിയ ഫാനാണ് പുള്ളി. എലോൺ മസ്കിനെ പോലെ തന്നെ ഇയാൾ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ട് ടാർഗറ്റ് വെച്ചു. അടുത്ത 18 മാസത്തിൽ നമ്മൾ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യും. കാരണം 2 കാര്യമുണ്ട്, കയ്യിൽ ഫണ്ടിങ് തീർന്നു തുടങ്ങി, ഫണ്ട് റേസ് ചെയ്യണം, അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണം. അങ്ങനെ അങ്ങേയറ്റം ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ടാർഗറ്റാണ് ഭവേഷ് അഗർവാൾ ഓലയുടെ ലോഞ്ചിന് വേണ്ടി വെച്ചത്. പക്ഷേ പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അത് വിൽക്കാൻ വേണ്ടേ. അതിന് ഇവന്മാരൊരു ജീനിയസ് മൂവ് ചെയ്തു. ഈ ഓല ക്യാബ്സിന്റെ ആപ്പ് ഉണ്ടല്ലോ, അതിന് ഏകദേശം 10 കോടി ഡൗൺലോഡ്സ് ആണ്. ഇനി അതിന്റെ 1%, ആ ഡൗൺലോഡ്സിന്റെ 1% ആൾക്കാർ, അതായത് 10 ലക്ഷം ആൾക്കാരെങ്കിലും ഈ പ്രോഡക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതൊരു സക്സസ് ആണ്. ഇനി ആ 10 ലക്ഷം ആൾക്കാർ 10% ആൾക്കാർ അവര് ഈ പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം 1 ലക്ഷം സെയിൽസ് അവർക്ക് കിട്ടും. ഇത് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇവന്മാർ ഈ ഓല ആപ്പ് വഴി തന്നെ പതുക്കെ നോട്ടിഫിക്കേഷൻസ് വിട്ടു തുടങ്ങി. ഇങ്ങനെ സാധനങ്ങൾ ഇറക്കുന്നുണ്ട്, നിങ്ങൾ വേണേൽ മേടിച്ചോളൂ, ചെറിയ എമൗണ്ടേ ഉള്ളൂ, 499 രൂപയും കണ്ടെടുത്ത് ബുക്കിംഗ്, അതായത് 1000 രൂപ താഴെ കണ്ട് ബുക്കിംഗ് എമൗണ്ട് വെച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ഹൈപ്പായിരുന്നു. പക്ഷേ ഈ സാധനം വിചാരിച്ചതിനേക്കാളും കയറിയും കത്തി. കാരണം ആദ്യത്തെ ഈ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ 3 ദിവസം തന്നെ 1 ലക്ഷം ബുക്കിങ്ങിന് മുകളിലും കണ്ടാ പോയത്. ആ ലെവലായിരുന്നു ഓല സ്കൂട്ടേഴ്സിന് ആദ്യം കിട്ടിയ ഹൈപ്പ്. അതും ആലോചിക്കണം, ഈ പ്രോഡക്റ്റിനെ ഒരു ഷോക്കേസ് ചെയ്തിട്ടില്ല, അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഈ സ്പെക്സും ഈ ഒരു ബേസിക് ഐഡിയ മാത്രമേ ഉള്ളൂ. അതിന്റെ ബേസിസിലാണ് ആൾക്കാർ ഈ സാധനം ബുക്ക് ചെയ്തത്. അതായിരുന്നു ആൾക്കാർക്ക് ആ സ്റ്റാർട്ടപ്പിലാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ആ ട്രസ്റ്റിനെയാണ് ഇവന്മാർ മുതലെടുത്തത്. ആ ട്രസ്റ്റിന്റെ ബേസിലാണ് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പണി കിട്ടിയത്. അങ്ങനെ ഭവേഷ് അഗർവാൾ വാസ് ഫ്ലൈയിങ് ഹൈ. ഇനി ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണം, കാരണം ഇത്രയും ഡിമാൻഡ് ഉണ്ട്, 1 ലക്ഷത്തോളം ബുക്കിംഗ് കിട്ടി, വാലിഡേറ്റഡ് ആയി. അപ്പോൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ ഈ പറഞ്ഞ 18 മന്ത്സിന്റെ ഡെഡ് ലൈൻ വെച്ചു, വിച്ച് ഇസ് ഹൈലി ഇംപ്രാക്ടിക്കൽ. അതിനുവേണ്ടി പക്ഷേ പുള്ളി 1000-ഓളം എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്തു. പോരാത്തന്നെ എറ്റർഗോന്റെ ഈ അക്വി ഹയർ എന്നൊരു പരിപാടി ഉണ്ട്, അതായത് അക്വയർ ചെയ്തല്ലോ, അതിന്റെ എക്സിസ്റ്റിംഗ് ടീമിനെ അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇതിന്റെ ടെസ്റ്റിംഗ് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ നമ്മുടെ റോഡിലെത്തിയപ്പോഴത്തേക്കും സായിപ്പിന്റെ കിളി പോയി. കാരണം അവർ ഇതുവരെ കണ്ട് ശീലിച്ച റോഡോ ചൂടോ സിസ്റ്റം അല്ല ഇന്ത്യയിലുള്ളത്. അപ്പോൾ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഈ സമയം പോരാ, ഞങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെ ചേഞ്ച് ചെയ്യാനായിട്ട് നടക്കില്ല എന്ന് പറഞ്ഞു. എഞ്ചിനീയറിംഗ് ടീമും പറഞ്ഞു. പക്ഷേ ഇതൊന്നും നമ്മുടെ ആശാൻ കേട്ടില്ല, ലോഞ്ചിലേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞു. അതിന് ഇന്ന് പല ഓലയിലെ എംപ്ലോയീസും സട്ടിലായിട്ട് ഡിസ്ക്രീറ്റ് ആയിട്ട് വന്ന് പറയുന്നുണ്ട്, അതായത് ഇവർക്ക് ഈ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞത് ഒരു ജോക്കായിരുന്നു. കാരണം നമ്മൾ ഈ കാറിലൊക്കെ പുതിയ കാണും, ടെസ്റ്റഡ് ഓക്കെ എന്ന സ്റ്റിക്കർ ഉണ്ടാവും, അത് QCയുടെ ഒരു സ്റ്റാമ്പാണ്. ഇതിന് കുഴപ്പമൊന്നുമില്ല, എല്ലാ പാർട്സും ഉള്ളതെല്ലാം ടെസ്റ്റ് ചെയ്ത് ക്വാളിറ്റി ഉറപ്പുവരുത്താനായിട്ട്. പക്ഷേ ഓലയുടെ കാര്യത്തിൽ അവർ പറയുന്ന ഷോക്കിംഗ് കാര്യം എന്ന് വെച്ചാൽ, ഈ ഓലയുടെ പ്രൊഡക്ഷൻ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിനെ ഇവർ അപ്രൂവ് ചെയ്ത് വിട്ടു. അതായത് റിജക്ട് ചെയ്യേണ്ട പാർട്സിനെ പോലും ഇവർ മാനുഫാക്ചറിങ് ലൈനിലേക്ക് കടത്തി വിട്ടു. സോ ഫാക്ടറിയിൽ നിന്ന് തന്നെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറങ്ങിയത്. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഫസ്റ്റ് ബാച്ച് വന്നു തുടങ്ങിയത് തന്നെ കണ്ടു തുടങ്ങി. കാരണം പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് വണ്ടിക്ക്. ആദ്യത്തെ പ്രശ്നം ഞാൻ പറഞ്ഞു, നമ്മുടെ സിംഗിൾ സൈഡ് സ്വിംഗ് ആം കൊളാപ്സ് ചെയ്ത് ഒരുപാട് പേർക്ക് ഇഞ്ചുറി പറ്റി. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ HMI എന്ന് പറയുന്നത്.
എന്താ ഹ്യൂമൻ മെഷീൻ ഇന്റർഫേസ്, ആ സ്ക്രീൻ ഉണ്ടല്ലോ, ഇത് ആപ്പ് സ്കൂട്ടർ ആയതുകൊണ്ട് എല്ലാ ആപ്പും സ്ക്രീനും വഴിയാണല്ലോ കൺട്രോൾ ചെയ്യണ്ടേ. അതിന് പ്രശ്നമാണ്. അതിന്റെ ഫെയിലിയർ റേറ്റ് ഭീകരമാണ്. 75% ആണ് HMIയുടെ ഫെയിലിയർ റേറ്റ്. 4 വണ്ടി ഉണ്ടെങ്കിൽ അതിൽ 3 എണ്ണത്തിന് സ്ക്രീൻ കേടാവും, ഒന്നുമില്ലെങ്കിൽ ഫ്രീസ് ആവും, അല്ലെങ്കിൽ സ്റ്റക്കായി പോവും, ചിലപ്പോൾ തന്നെ ഷട്ട് ഡൗണിലേക്ക് പോവും. അങ്ങനെ ആകെ മൊത്തം പ്രശ്നമാണ്. അപ്പോൾ HMI തുടങ്ങിയ പോലെ പ്രശ്നമാണ്, ബാറ്ററി പ്രശ്നമാണ്. ഈ പല സ്ഥലങ്ങളും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ ചൂടുള്ള സ്ഥലത്തൊക്കെ ഈ ബാറ്ററി പല വണ്ടികളുടെയും തന്നെ കത്തുപിടിക്കാൻ തുടങ്ങി. ഇതെല്ലാം ഒരു വലിയൊരു എഞ്ചിനീയറിംഗ് നൈറ്റ്മെയറിലേക്കാണ് ഓല ഇലക്ട്രിക്കിനെ കൊണ്ടെത്തിച്ചത്. രണ്ടാമത്തെ പ്രശ്നമാണ് ഈ D2C, ഡയറക്ട് ടു കസ്റ്റമർ എന്ന് പറഞ്ഞ മോഡൽ. അത് സ്റ്റാർട്ടപ്പുകാർക്ക് ഒരു വീക്ക്നെസ്, കാരണം ഇന്റർമീഡിയറ്റ്സ് എല്ലാം മാറ്റാമല്ലോ. പക്ഷേ മറ്റുള്ള കാർ മാനുഫാക്ചറേഴ്സ് എല്ലാം ഡീലേഴ്സിനെ വെക്കുന്നത് അവർക്ക് ബുദ്ധിയില്ലാണ്ടല്ല, അത് സിസ്റ്റമാറ്റിക് ആയിട്ട് അത് കൊണ്ടുപോകാൻ ഡീലേഴ്സിന്റെയും കൂടെ ആവശ്യമുള്ളതുകൊണ്ടാണ്. ഒരു ഡീലർ നെറ്റ്വർക്കും കൂടെ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിലേ ഒരു വണ്ടി സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതൊന്നും ഈ പറഞ്ഞ ചേട്ടന് അത് പ്രശ്നമല്ല, കാരണം VC ഫണ്ടിങ് ഉണ്ടല്ലോ. ഇവരുടെ ഉദ്ദേശം നാട്ടുകാരെ നല്ല വണ്ടി കൊടുക്കുക എന്നുള്ളതായിരുന്നില്ല, പൈസ റേസ് ചെയ്യുക, പബ്ലിക് ഇഷ്യൂ ചെയ്യുക, പൈസ ഉണ്ടാക്കുക, അത് മാത്രമേ ഇവർക്ക് ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി കാണിച്ച ശുദ്ധ തോന്നിവാസമാണ് ഈ ഓല ഇലക്ട്രിക്കിന്റെ ലോഞ്ച് എന്ന് പറയുന്നതും അത് കഴിഞ്ഞുണ്ടായ സംഭവങ്ങളും. ഈ വണ്ടി കത്തുപിടിക്കുന്ന കാര്യം ഗവൺമെന്റ് നോട്ടീസ് ചെയ്തു, ലീഗൽ നോട്ടീസ് അയച്ചു, ഷോക്കോസ് നോട്ടീസ് അയച്ചു. അങ്ങനെ ഓലയ്ക്ക് ആ ഗവൺമെന്റ് സൈഡിൽ നിന്ന് പ്രശ്നം വന്നു തുടങ്ങി. പിന്നെ വേറെ പ്രശ്നമാണ് ഇതിന്റെ MCU, ഈ മോട്ടോർ കൺട്രോൾ യൂണിറ്റ്. പല കേസ് നമ്മളുണ്ട്, ഓല സ്കൂട്ടേഴ്സ് നിന്ന നിപ്പിൽ റിവേഴ്സ് പോകുന്നതൊക്കെ, റിവേഴ്സ് മോഡ് തന്നെ ആക്ടിവേറ്റ് ആയിട്ട് ഈ വണ്ടി ബുക്ക് എന്ന് പുറത്തേക്ക് പോകും, റൈഡർ നേരെ താഴെ വീഴുകയും ചെയ്യും. ഇങ്ങനത്തെ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയ കാര്യങ്ങളും ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ HMIയുടെ ടെസ്റ്റിംഗ് നടത്തിയപ്പോൾ ഇത് കണ്ടുപിടിച്ച ഒരു ഷോക്കിംഗ് കാര്യം എന്താ വെച്ചാൽ, ഈ HMIയുടെ ഡിസൈനും ഈ ഹാർഡ്വെയറും തമ്മിൽ യാതൊരു ബന്ധമില്ല. അതായത് ഒറിജിനലി ഡിസൈൻഡ് ആയിട്ടുള്ള HMI ആയിട്ടും ഈ പറഞ്ഞ ഫൈനൽ പ്രോഡക്റ്റിന്റെ ഹാർഡ്വെയർ ഡിസൈനും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതാണ് ഈ ഫെയിലിയർ റേറ്റിന് ഇത്രയധികം കാരണമായത്. ഇതൊക്കെ ടെസ്റ്റിംഗ് സമയത്ത് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ, കുറച്ചുകൂടി സമയം എടുത്ത് ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരില്ലായിരുന്നു. പക്ഷേ ഈ പൈസ റേസ് ചെയ്യാനുള്ള ഈ ആർത്തി കാരണം ലക്ഷക്കണക്കിന് ഇന്ത്യൻ കസ്റ്റമേഴ്സിന് ജീവൻ വെച്ചാണ് ഇവന്മാർ കളിച്ചത്, ജീവൻ വെച്ച്. പിന്നെ ഓലയുടെ സർവീസ് സെന്ററിന്റെ കാര്യം നമ്മൾ പറയാണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, സർവീസ് ടെക്നീഷ്യൻസ് ട്രെയിൻഡ് അല്ല, അവർ ഓവർവർക്ക്ഡ് ആണ്. സർവീസ് സെന്റർ ഇന്ത്യയിൽ എവിടെ എടുത്ത് നോക്കിയാലും നിറച്ച് സ്കൂട്ടേഴ്സ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. അതിലൊരു പ്രശ്നമുണ്ട്, ഈ ഡീപ്പ് ഡിസ്ചാർജ് എന്നൊരു കാര്യമുണ്ട്. അതായത് ഈ കുറേ നാൾ ഈ EV ഇങ്ങനെ അബാൻഡൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിന് 90% ഓഫ് ബാറ്ററി ഡീപ്പ് ഡിസ്ചാർജ് മോഡിലേക്ക് പോകും. പിന്നെ ആ ബാറ്ററി റിവൈവ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഒരിക്കലും ആ പഴയ എഫിഷ്യൻസിയിലേക്ക് പോവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അണ്ടർ വാറണ്ടി ഈ ബാറ്ററി ഒരു മാർക്ക് കൊടുക്കുകയും വേണം. കമ്പനിക്കുള്ള കോസ്റ്റ് പിന്നെയും കൂടി വരികയാണ്, കാരണം ഇതിന്റെ ഇത്ര പാർട്സേ ഉള്ളൂ ആകപ്പാടെ. MCU മാറണം, HMI മാറണം, എന്തൊക്കെ മാറണം. പിന്നെ വേറെ കാര്യം എൻ്റെ വാട്ടർ ഡാമേജ് ആണ്. മഴ കൊണ്ടു കഴിഞ്ഞാൽ എല്ലാ ഓല സ്കൂട്ടറിനും പനി പിടിക്കും. മിക്ക സ്കൂട്ടേഴ്സിൻ്റെയും അവസ്ഥ ഇതാണല്ലോ. വാട്ടർ ഇൻഗ്രസ് ഉണ്ട്, വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞ പരിപാടി അതിനകത്തില്ല, വാട്ടർ ഡാമേജ് വരുന്നുണ്ട്. അങ്ങനെ പ്രശ്നമാണ്. ഇതിന്റെ എല്ലാം അനന്തരഫലമായിട്ട് 10,000 കംപ്ലയിൻസ് ആണ് സെൻട്രൽ കൺസ്യൂമർ കംപ്ലയിന്റ് ഫോറത്തിലേക്ക് വന്നത് ഗവൺമെന്റിന്റെ. ഇത് 2022 കാര്യം. ഇന്ന് ആ കംപ്ലയിൻസ് എത്രയെന്നറിയോ? 80,000. ഒരു വോപ്പിംഗ് നമ്പറാണിത്, 80,000 കംപ്ലയിൻസ്. അത് ഫോർമലായിട്ട് വന്നത്, ഇൻഫോർമലായിട്ട് എത്ര ഉണ്ടാവും നമുക്ക് അറിയില്ല. സോ ഇതാണ് ഓല ഇലക്ട്രിക് കാണിച്ച ഏറ്റവും വലിയ ഒരു ഫ്രോഡ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സിന് തലേത് കെട്ടിവെക്കുമായിരുന്നു. എന്തിന്? ആൻഡ് അതാണ് ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എന്തിന്? ഇറ്റ്സ് ഫോർ വൺ റീസൺ, സ്റ്റോക്ക് മാർക്കറ്റ്, ദ ബിഗ് മണി. ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ പ്രവൃത്തിയായിരുന്നില്ല ഓല ഇലക്ട്രിക്കിന്റെ. കാരണം ഇന്ത്യയിൽ ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്, അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇവർ 3200 പുതിയ സർവീസ് സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തു ഇന്ത്യ മൊത്തം. പക്ഷേ ഇതിൽ ഷോക്കിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ 95% സർവീസ് സെന്റേഴ്സിനും ട്രേഡ് സർട്ടിഫിക്കറ്റ് എന്ന സാധനം ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, ഒരു ചെറിയ കട തുടങ്ങണേ തന്നെ ആദ്യം വേണ്ടത് ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ്, അത് ചെയ്യാനുള്ള ലൈസൻസ്. 95% ഷോറൂംസിനും ട്രേഡ് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുമ്പോൾ എത്രത്തോളം മിസ്മാനേജ്ഡ് ആണ് ഈ കമ്പനി എന്നുള്ളത്. അതായത് ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനി എന്ന് ആലോചിക്കണം. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ 4000 കോടി രൂപയാണ് ഭവേഷ് അഗർവാൾ ഒറ്റയ്ക്ക് നശിപ്പിച്ചു കളഞ്ഞത്. ഓഗസ്റ്റ് 2024 ഓല ഇലക്ട്രിക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തത്. അന്ന് 5500 കോടി രൂപയാണ് അവർ റേസ് ചെയ്തത് പബ്ലിക് മാർക്കറ്റിൽ നിന്ന്. ഈ സ്റ്റോക്ക് 76 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്തിട്ട് അത് 156 രൂപ വരെ ക്ലെയിം ചെയ്തു. ഇത് ആ മാസം തന്നെ, ആ ഹൈപ്പിന്റെ പുറത്ത്. പക്ഷേ വെറും 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ന് ആ സ്റ്റോക്കിന്റെ വാല്യൂ എത്ര അറിയൂ? 35 രൂപ. അതായത് 78% വാല്യൂ കംപ്ലീറ്റ്ലി വൈപ്ഡ് ഓഫ്, ഗോൺ, ടാറ്റ, ബൈ ബൈ, ഖത്തം. ഇതിന് നമ്മൾ ഇന്ത്യൻ സ്റ്റാർട്ടപ്പിലെ VC ഗെയിം മനസ്സിലാക്കിയാൽ മതി. അതായത് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളുടെ കളി. ഇവന്മാരെന്ത് ചെയ്യുന്നത്? നല്ല കമ്പനികളെ സ്പോട്ട് ചെയ്തിട്ട്, അതായത് ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള കമ്പനികളെ സ്പോട്ട് ചെയ്തിട്ട് ഇവന്മാർ ഫണ്ട് ചെയ്യും. അപ്പോൾ ഫിനാൻസിൽ തിയറി ഓഫ് ഗ്രേറ്റർ ഫൂൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ബേസിക്കലി എന്നെക്കാളും വലിയൊരു പൊട്ടൻ വേറെ എവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ 100 രൂപ മേടിച്ച് കഴിഞ്ഞാൽ അവൻ എനിക്ക് 200 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ തിയറി ഓഫ് ഗ്രേറ്റർ ഫൂളിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്ന ഫൂൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ പബ്ലിക് മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സാണ്. ജസ്റ്റ് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്ത സ്റ്റാർട്ടപ്പുകളുടെ ഹിസ്റ്ററി മാത്രം എടുത്ത് നോക്കിയാൽ മതി. പേടിഎം, നൈക്ക, മമാർത്ത്, പിന്നെ ഇപ്പോൾ എന്താ ലെൻസ്കാർട്ട്, ഇതെല്ലാം ലോസ് മേക്കിംഗ് കമ്പനികളാണ്.
ആ ലിസ്റ്റിങ്ങിന് തൊട്ട് മുമ്പാണ് ഇവന്മാർ പ്രോഫിറ്റബിളായിട്ട് കാണിച്ചത്. ഓല ഇലക്ട്രിക്കിൻ്റെ കാര്യത്തിലും ഒരു വ്യത്യാസമില്ല. കൺസിസ്റ്റൻ്റ്ലി ലോസ് ആയിട്ട് വരുന്ന കമ്പനി ലിസ്റ്റിങ്ങിന് തൊട്ട് മുമ്പ് ചെറിയ പ്രോഫിറ്റ് കാണിച്ച് മാസീവ് ഫണ്ട് റേസ് ചെയ്തു. ആ ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും അവരുടെ പൈസ ലിക്വിഡേറ്റ് ചെയ്ത് 5, 10, 20 ഇരട്ടി ലാഭം കൊണ്ട് അവർ തിരിച്ചവരെ US പോവുകയും ചെയ്തു. പക്ഷേ ഈ പറയുന്ന ഈ തിയറി ഓഫ് ഗ്രേറ്റർ ഫൂൾ പ്രകാരം ഫൂളാക്കപ്പെടുന്ന ആൾക്കാരാരാ? നമ്മളെ പോലത്തുള്ള സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. പലപ്പോഴും നമുക്കിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലെ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. എന്താ ഇപ്പോൾ ലെൻസ്കാർട്ട് ലിസ്റ്റ് ചെയ്തിട്ടില്ലേ, 230x PE ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അതായത് ആ കമ്പനിയുടെ ഏർണിങ്സിൻ്റെ 230 ടൈംസ് ആണ് അതിൻ്റെ വാല്യുവേഷൻ വന്നേക്കണേ. ഇതൊന്നും കേട്ട് കേൾവി പോലില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കണേ ഈ സ്റ്റാർട്ടപ്പ് ബൂമിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഓല ഇലക്ട്രിക് ഒരു ക്ലിയർ കേസ് ഓഫ് സ്റ്റാർട്ടപ്പ് ഫ്രോഡ് തന്നെയാണ്. അതിന് അല്ലാണ്ട് വേറെ ഒരു വാക്കും നമുക്കതിന് പറയാനില്ല. ഇനി എന്ത് ചെയ്യണം? കാരണം ഇതൊക്കെ അതിൻ്റെ തിയറിറ്റിക്കൽ കാര്യങ്ങൾ. പ്രാക്ടിക്കലി എന്ത് ചെയ്യണം നമ്മളതാണ് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു ഓല സ്കൂട്ടർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഒരു ഓല സ്കൂട്ടർ ഉണ്ടെങ്കിൽ, ജസ്റ്റ് സെൽ ഇറ്റ് ഓഫ്. അതായത് കട്ട് യുവർ ലോസസ് എന്ന് പറയില്ല ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. ഒരു പോയിന്റിൽ നമ്മുടെ ലോസ് നമ്മൾ കട്ട് ചെയ്യണം. ഉള്ള നേരത്തെ കൊടുത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഷിപ്പ് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓല ഇലക്ട്രിക് എന്ന് പറയുന്ന ഷിപ്പ് മുങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്ന് മുങ്ങുന്നു മാത്രം നോക്കിയാൽ മതി. പക്ഷേ കൊടുക്കുമ്പോൾ ആ മേടിക്കുന്ന ആളോട് ഈ കാര്യം ക്ലിയർ ആയിട്ട് പറയുക, എത്തിക്കലായിട്ട് പറയുക, ഇതാണ് അവസ്ഥ കമ്പനിയുടെ, നോക്കി കണ്ട് മേടിച്ചാൽ മതി, കിട്ടുന്ന വിലയ്ക്ക് സാധനം തട്ടിക്കോ, ഇത് നിങ്ങളുടെ ക്യാപിറ്റൽ സേഫ് ആക്കുക. കാരണം കമ്പനി പൊട്ടിക്കഴിഞ്ഞ് പിന്നെ ഈ സാധനം കൊടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലായ കാര്യമല്ല. ജസ്റ്റ് ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഓല സ്കൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. കാരണം ആർക്കെങ്കിലും ഈ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടാവുമെങ്കിൽ, ആരെങ്കിലും കുറച്ചെങ്കിലും പൈസ രക്ഷപ്പെടുമെങ്കിൽ അത്രയും നല്ല കാര്യമല്ലേ. ആൻഡ് ഓലയുടെ സെയിൽസ് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നവംബർ 2024 അവർ ഏകദേശം 29,000 സ്കൂട്ടേഴ്സ് വിറ്റു. നവംബർ 2025 ആകെ വിറ്റത് 8,000 സ്കൂട്ടേഴ്സാണ്. 3-1. അതൊരു ക്ലിയർ ഇൻഡിക്കേഷനാണ് ഈ കമ്പനി ഡിക്ലൈനിലാണെന്നുള്ളത്. ആൻഡ് നമുക്ക് മറ്റുള്ള സിഗ്നൽസും കൂടെ നോക്കാം. അപ്പം ഓല ഇലക്ട്രിക്കിൽ ഒരു വലിയ ഇൻവെസ്റ്റർ ആയിരുന്നു ഹ്യുണ്ടായി മോട്ടോർ കമ്പനി, ഹ്യുണ്ടായി കാർസ്. അവർക്ക് ഏകദേശം 10 കോടി ഷെയർസ് ഉണ്ടായിരുന്നു. അവർ റീസെൻ്റ്ലി 40 രൂപയ്ക്ക് ഷെയർ എല്ലാം വിറ്റ് ഒഴിവാക്കി ജീവനം കൊണ്ട് ഓടി. വേറെ ഇൻവെസ്റ്റർ ഉണ്ടായിരുന്നു കിയ മോട്ടോഴ്സ്, കിയ. അവർക്ക് 2-2.5 കോടി ഷെയർസ് ഉണ്ടായിരുന്നു. അവരും 50 രൂപ എടുത്ത് എക്സിറ്റ് ചെയ്തു. നമ്മുടെ മിക്ക വെഞ്ചർ ക്യാപിറ്റൽസും അവരുടെ പൈസ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് അവർ രക്ഷപ്പെടുകയാണ്. ഇൻഫാക്ട് ഭവീഷ് അഗർവാൾ വരെ റീസെൻ്റ്ലി ന്യൂസിൽ വലിയ ഇഷ്യൂ ഉണ്ടായെന്ന് വെച്ചാൽ ഇയാളുടെ ഏകദേശം 300 കോടിയോളം ഷെയർസ് പബ്ലിക് മാർക്കറ്റിൽ വിറ്റു. ആ വിറ്റതും ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. അതായത് ആദ്യത്തെ ദിവസം പുള്ളി ഒരു 100 കോടി എടുത്ത് ഷെയർ വിറ്റു. എന്നിട്ട് കമ്പനി അപ്പോൾ ആൾക്കാർ പാനിക്കായി, ഇതെന്താ സംഭവിക്കണേ? കാരണം പ്രൊമോട്ടർ തന്നെ ഷെയർ ഓഫ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതും ഷെയർ വാല്യൂ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഓഫ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദർ ഇസ് സംതിങ് സീരിയസ്ലി റോങ്. പക്ഷേ അപ്പോൾ കമ്പനി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി, ഇല്ല പ്രൊമോട്ടറിൻ്റെ ഒരു ലോൺ ക്ലിയർ ചെയ്യാൻ വേണ്ടി, കമ്പനി തന്നെയുള്ള ലോൺ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ചെറിയ സെയിൽ നടത്തിയത്, ഇനി ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ ഇവൻ പിന്നെയും 100 കോടി ഷെയർ വിറ്റു. അപ്പോഴും ആൾക്കാർ പാനിക്കായി. അപ്പോഴും കമ്പനി പറഞ്ഞില്ലല്ലോ, ചെയ്യില്ല, കഴിഞ്ഞു, ഫിനിഷ്ഡ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കണക്കെന്തായിരുന്നു? 240 കോടി രൂപയുടെ ഇന്റേണൽ ലോൺ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഈ പറഞ്ഞ ഷെയർസ് വിറ്റതെന്ന്. അപ്പോൾ രണ്ടാമത്തെ ദിവസം ഇപ്പോൾ ആൾക്കാർ വിചാരിച്ചു, ഓക്കെ 240 കോടിയിൽ ഇപ്പോൾ എമൗണ്ട് കവർ ചെയ്തല്ലോ, ഇനി വിൽക്കില്ലായിരിക്കും. 3-ാമത്തെ ദിവസവും വിറ്റു. അങ്ങനെ 3 ദിവസം കൊണ്ട് 320 കോടിയുടെ ഷെയർസാണ് ഇവൻ പബ്ലിക് മാർക്കറ്റിൽ വിറ്റേക്കുന്നത്. ഈ കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വരാനുള്ള കാരണം എന്താ? ആൾക്കാരെ പാനിക് ചെയ്യാതിരിക്കാൻ. അപ്പോൾ കമ്പനിയും ഈ ഫ്രോഡിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. ആൾക്കാർ പാനിക് ചെയ്തിരുന്നെങ്കിൽ ഷെയർ വാല്യൂ പിന്നെയും താഴത്തേക്ക് പോയേനെ. അപ്പോൾ ഇവനെ ഈ പറഞ്ഞ റേറ്റിന് വിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഇതുവരെ കേൾവി പോലും ഇല്ലാത്ത രീതിയിലാണ് ഫ്രോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ. എനിക്ക് ഒരു ഇൻവെസ്റ്റർ രീതി പറയാനുള്ളത്, ഞാൻ 2009 മുതൽ എൻ്റേതായ ചെറിയ രീതിയിൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ലാഭം ഉണ്ടായിട്ടുണ്ട്, അതിനേക്കാളും വലിയ അടികൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ള വലിയ കാര്യം നമ്മുടെ ഈ പോസ്റ്റ് കോവിഡ് ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്സാണ്. എല്ലാവരും ടെക്നിക്കൽ ചാർട്ട്സും ഗ്രാഫ്സൊക്കെ നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ദ ബേസിക് തിങ്, ഡോണ്ട് ഫർഗെറ്റ് ദ ഫണ്ടമെന്റൽസ്. ഒരു ബിസിനസിന്റെ ബേസിക് പേർപ്പസ് എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കുകയാണ്. പണ്ടൊക്കെ ലാഭമുള്ള ബിസിനസ്സുകൾ മാത്രമേ ലിസ്റ്റ് ചെയ്യപ്പെടാറുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ കാര്യം മാറി പറഞ്ഞു. നഷ്ടത്തിലായിട്ടുള്ള ഗ്ലാമറസ് ആയ സ്റ്റാർട്ടപ്സ് എല്ലാം പബ്ലിക് മാർക്കറ്റിലേക്ക് വരികയാണ്, നഷ്ടമെല്ലാം മറച്ചു വെച്ചുകൊണ്ട്. മിനിസ്ക്യൂൾ ലാഭം പേരിന് മാത്രം കാണിച്ചിട്ട് ഇവർ പബ്ലിക് മണി റേസ് ചെയ്യാണ്. ഇങ്ങനത്തെ കമ്പനികളിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യരുത്, തൊടുക പോലും ചെയ്യരുത്. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, ജെനുവൻലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, സ്ട്രോങ് ട്രാക്ക് റെക്കോർഡുള്ള കമ്പനികളിൽ മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. വാറൻ ബഫേ പറഞ്ഞ പോലെ ഡോണ്ട് ഫർഗെറ്റ് ദ ഫണ്ടമെന്റൽസ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഉള്ള നേരത്തെ ഓല സ്റ്റോക്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വിറ്റ് ഒഴിവാക്കിയേക്കുക. ഇനി നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഓല സ്കൂട്ടർ ഉണ്ടെങ്കിൽ അതും ഉള്ള നേരത്തെ കൊടുത്ത് ഒഴിവാക്കുക. കട്ട് യുവർ ലോസസ്. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ പറയാറില്ല, ലോസ് കട്ട് ചെയ്യുക. നഷ്ടത്തിലാണ് പൊസിഷൻ പോകുന്നതെങ്കിൽ പിന്നെ ഇമോഷണലി അതിനോട് പിടിച്ചു പോകാതെ ജസ്റ്റ് കട്ട് യുവർ ലോസസ് ആൻഡ് മൂവ് ഓൺ. അതാണ് ചെയ്യേണ്ടത്. കാരണം ഭവേഷ് അഗർവാൾ ഓൾറെഡി മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു.
ഈ ഓല ക്യാബ്സ് തുടങ്ങിയിട്ട് ഓല ക്യാബ്സ് ഓൾമോസ്റ്റ് പൊളിയാറായപ്പോഴാണ് പുള്ളി ഓല ഇലക്ട്രിക് തുടങ്ങിയത്. എന്നിട്ട് ഓല ഇലക്ട്രിക് കുറേ കാശുണ്ടാക്കി. ഇപ്പോൾ ഓല ഇലക്ട്രിക് പൊളിയാറായി. പുള്ളി അടുത്ത സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് കഴിഞ്ഞു. ഒന്ന് ഓല ശക്തി എന്ന് പറഞ്ഞ ബാറ്ററി സ്റ്റോറേജ് ബിസിനസ്. കാരണം ഓൾറെഡി ഗിഗാ ഫാക്ടറി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ബാറ്ററി മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളി ഇപ്പോൾ പുതിയ പരിപാടി തുടങ്ങിയേക്കാണ് ഓല ശക്തി ബാറ്ററി മാനുഫാക്ചറിങ്. രണ്ടാമത് ക്രൂ ട്രിം എന്ന് പറഞ്ഞാൽ AI ആണ്, AI സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ ക്രൂ ട്രിം AIയും പുള്ളിയുടെ പുതിയ സ്റ്റാർട്ടപ്പുകളിലൊന്നാണ്. മനസ്സിലായില്ലേ? AI ട്രെൻഡിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞ വാക്കില്ല, അത് കണ്ടുപിടിച്ച് ഇയാളാന്ന് തോന്നുന്നു. കാരണം ഈ ഇന്ത്യൻ സ്റ്റാർട്ടപ്പിലെ 3 ട്രെൻഡിനൊപ്പം ഇയാളുണ്ടായിരുന്നു. ആദ്യത്തെ ട്രെൻഡ് എന്താ? ആപ്പുകളായിരുന്നു. ആ ഓല ക്യാബ് എന്ന് പറഞ്ഞ ആപ്പ് ബിസിനസ്സിൽ ഇയാൾക്ക് സ്ട്രോങ് പ്രസൻസ് ഉണ്ട്. രണ്ടാമത്തെ ട്രെൻഡ് എന്താ? EV മാർക്കറ്റാണ്, ഇലക്ട്രിക് സ്കൂട്ടേഴ്സ്. അതിൽ ഇയാൾക്ക് ട്രെൻഡ് ഉണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ? അതായത് പാസ്റ്റിൽ ആപ്പായിരുന്നു, പ്രസന്റിൽ EV ആണ്, ഫ്യൂച്ചറിൽ എന്താ? AI. അപ്പോൾ ഇയാൾ ഈ AI ട്രെൻഡിൻ്റെ പുറകെ പോയേക്കാണ്. സമ്മതിക്കണം, എന്തായാലും ഒരു ബിസിനസ്സുകാരൻ നിലയ്ക്ക് അവനെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ലെവലാണ്. എനിക്ക് അവൻ്റെ ഒരു 1% കഴിവ് പോലും ഇല്ല. പക്ഷേ ബിസിനസ് ഒരിക്കലും ഫ്രോഡ് ചെയ്യാൻ വേണ്ടി ആവരുത്. നിങ്ങളുടെ ഗ്രോത്തും നിങ്ങളുടെ വാല്യുവേഷനും ഒരിക്കലും ഒരു കസ്റ്റമറിൻ്റെ ഒരു സാധാരണക്കാരൻ്റെ കോസ്റ്റിലാവരുത്. യു ഹാവ് ടു ബി എത്തിക്കൽ. പ്രോഫിറ്റ് കുറച്ച് കുറഞ്ഞാലും നഷ്ടത്തിലായാലും സാരമില്ല. എത്തിക്സ് വിട്ട് ഒരു കാര്യം ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴത്തൊരു ഹൈപ്പ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റീച്ച് കിട്ടും വീഡിയോന്. ഇപ്പോൾ ഹൈപ്പ് ഞെക്കാൻ പറയാറുണ്ട് ആൾക്കാർ, ഒന്ന് ഹൈപ്പ് ചെയ്താൽ ഇറ്റ് ബി ഗ്രേറ്റ്. അപ്പോൾ വിഷിംഗ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ. നിങ്ങളുടെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഓല സ്കൂട്ടർ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കും. അവർക്ക് എന്തായാലും ഉപകാരപ്പെടും. ആൻഡ് ഉള്ള നേരത്തെ ആ വണ്ടി വിറ്റ് ഒഴിവാക്കാൻ പറ. ഓല ഓണേഴ്സ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അവരോടും ഈ ന്യൂസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് നല്ലതായിരിക്കും. അവരും കൂടെ അറിയണം ശരിക്കും എന്താണ് ഈ കമ്പനി നടക്കുന്നത്. കാരണം ഷോറൂമിലെ കാര്യമല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ. ദിസ് കമ്പനി ഇസ് ഗോയിങ് ഡൗൺ എന്നാന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ സ്റ്റേ സേഫ് ആൻഡ് ഡ്രൈവ് സേഫ്. ബൈ.